ഓക്കെ, അപ്പം ഇന്ന് നിഫ്റ്റി നമുക്കറിയാം മോർണിംഗിൽ ഫസ്റ്റ് 1 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വളരെ ബുള്ളിഷായി, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫേക്ക് ക്യാൻഡിൽ, വളരെ അഗ്രസീവായിട്ടുള്ള ഓവർ സോൾഡ് ലെവലിൽ നിഫ്റ്റി നിൽക്കുന്നത് കൊണ്ടാവാം അവിടുന്ന് വളരെ ബുള്ളിഷായിട്ടുള്ളൊരു ക്യാൻഡിൽ നിഫ്റ്റിയിലും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ക്രിയേറ്റ് ആയി. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിംഗ് ആയിരുന്നു. ഞാൻ ഈ ഒരു പോയിന്റിൽ, അതായത് ഇതിൻ്റെ ഈ ഒരു ഓവർ സോൾഡ് ലെവലിലെ 2-3 കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ അതൊക്കെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മുടെ ഈ ഒരു ലോ കട്ട് ചെയ്തതിന് ശേഷം നല്ലൊരു വലിയ ക്വാണ്ടിറ്റി വെച്ച് സെല്ലിംഗ് പുട്ട് ഓപ്ഷനിൽ ബൈ ചെയ്തു. അപ്പോൾ കുറച്ച് ആ ഒരു ലോസ് കവർ ചെയ്തു കുറച്ച് പ്രോഫിറ്റിലേക്ക് വന്നു. സോ അതിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏകദേശം 91,000 ആണ് എനിക്ക് ആ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ലോസ് വന്നത്. പിന്നീട് ഞാൻ 1.75 ക്രിയേറ്റ് ചെയ്തു. അപ്പം ഇനി ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ വീണ്ടും നമുക്കൊരു പുട്ട് ഓപ്ഷനിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി 500 ക്വാണ്ടിറ്റി എടുത്ത് വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. 500 ക്വാണ്ടിറ്റി ഓൾറെഡി ഇപ്പോൾ ബൈ ചെയ്തേ ഉള്ളൂ. ഇവിടെ നോക്കുകയെന്നുണ്ടെങ്കിൽ ഏകദേശം ഇത് 12:20 ബൈ ചെയ്തത്. സോ ഏകദേശം ഈ ഒരു പോയിന്റിൽ ബൈ ചെയ്തത്. അപ്പോൾ ഈ ഒരു ലോ ആണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരുന്നത്. ഇനിയും ക്വാണ്ടിറ്റി ആഡ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് നോക്കാം, നല്ല മൂവ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ക്വാണ്ടിറ്റി ആഡ് ചെയ്യാം. ഇതിൻ്റെ റീസൺ ഞാൻ ആദ്യം പറഞ്ഞുതരാം, എന്തുകൊണ്ട് ഞാൻ ആ ഒരു പോയിന്റിൽ എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഒരു ഇന്നത്തെ ഓപ്പണിങ് കട്ട് ചെയ്തതിന് ശേഷം പുട്ട് ഓപ്ഷൻ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇന്നലത്തെ ലോയിൽ ടാർഗറ്റ് വെച്ചു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഈ ഒരു ക്യാൻഡിൽ ബേസ് ചെയ്തിട്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയ സമയത്ത് വീണ്ടും ഞാൻ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തു. വീണ്ടും ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു. പിന്നീട് ഞാൻ ഓൾമോസ്റ്റ് എനിക്ക് മനസ്സിലായി ഇന്നൊരു പുട്ട് ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡിലായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഞാനൊരു റിക്കവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പം ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്യാൻഡിൽ, ഈ ക്യാൻഡിലിൻ്റെ ഒരു പകുതിയിൽ ആ ഒരു റേഞ്ചിലേക്ക് നിഫ്റ്റി വന്നാൽ സെല് ചെയ്യണമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കാരണം 2 കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത്, ഓൾറെഡി ഞാൻ പ്രോഫിറ്റിലായതുകൊണ്ട് തന്നെ എനിക്ക് അഗ്രസീവായിട്ടുള്ള പൊസിഷൻ എടുക്കണം എന്നില്ല എന്നുള്ളൊരു ഡിസിഷനിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് വേറൊരു കാരണം എന്ന് പറയുന്നത്, ഞാൻ 1 മിനിറ്റിൻ്റെ ഈ 200-ഡേ മൂവിങ് ആവറേജ് ക്ലോസ്ലി ചെക്ക് ചെയ്യാറുണ്ട്. അതായത് ഓവർ സോൾഡ് ലെവലിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ പൊതുവേ ഈ ഒരു മൂവിങ് ആവറേജിലേക്ക് ഒന്നുകിൽ 100-ഡേ ഓൾറെഡി കട്ട് ചെയ്തതുകൊണ്ട് ഞാൻ അതല്ല ചെക്ക് ചെയ്തത്. അതിന് ശേഷം 200-ഡേ ആണ് ഞാൻ ചെക്ക് ചെയ്തത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അത്രയും ഹയർ വളരെ അഗ്രസീവായിട്ടുള്ള ലോവർ ലെവലിലേക്കാണ്, അല്ലെങ്കിൽ ഓവർ സോൾഡ് ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ 200-ഡേ എനിക്ക് വരുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പോരാത്തതിന് ആ ഒരു പോയിന്റിൽ തന്നെയാണ് ഈ ക്യാൻഡലിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഒരു 75% കിടക്കുന്ന ആ ഒരു പോയിന്റിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു സൈഡിൽ നിന്നാണ് ആ ഒരു പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സെല്ല് എന്നുള്ളതാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യം 500 ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ കാരണം, ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ അത്രയും മുകളിലോട്ട് എത്തിയിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ച ഈ ഒരു ലൈനിൻ്റെ അടുത്ത് കുറച്ചും കൂടി അടുത്തോട്ട്, ഏകദേശം ഒരു 22,190 വന്നിട്ട് സെല്ല് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ ഞാൻ ഓൾമോസ്റ്റ് 22,180 തന്നെ ഒരു 500 ക്വാണ്ടിറ്റി ആഡ് ചെയ്തു. എന്നിട്ട് ബാക്കി ഞാൻ ഇവിടുന്ന് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ വീഡിയോ തുടങ്ങിയത് കൊണ്ട് ആ ഒരു പോയിന്റ് നമുക്ക് മിസ്സായി പോയി. എനിവേ, നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി വീണ്ടും ആഡ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെറ്റ് മി ചെക്ക്. ഓക്കെ, ജസ്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായത് വീണ്ടും താഴോട്ട് തന്നെ പോകാനുള്ള ചാൻസ് തന്നെയാണ്. ചിലപ്പോൾ ഇന്നത്തെ ലോ ഒക്കെ വീണ്ടും കട്ട് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി കാണുന്ന പോലെ എനിക്ക് ഇപ്പോൾ കറൻ്റ്ലി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഓൾറെഡി ഉള്ള 500 ഞാൻ ബുക്ക് ചെയ്തു. കാരണം ഒന്നുകൂടെ ലോവർ ലെവലിലേക്ക് നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് നിഫ്റ്റി ഒന്നും കൂടെ എനിക്ക് തോന്നുന്നു 22,163 എത്തിയിട്ട് അടുത്ത ഫോളാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. ചെറിയൊരു പുൾ ബാക്ക് കൂടെ കിട്ടും എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു പുൾ ബാക്കിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ വീണ്ടും വീഡിയോ ഓൺ ചെയ്തിട്ട് മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കാം. അത് ആക്ച്വലി നമുക്ക് മിസ്സായി. ഇവിടെ ഞാൻ 500 ക്വാണ്ടിറ്റി മാത്രമേ ആഡ് ചെയ്തുള്ളൂ. ഞാൻ ആ വീഡിയോ ഓപ്പൺ ചെയ്യുന്ന ഒരു സമയത്ത് ആക്ച്വലി എനിക്ക് മിസ്സായി പോയി. എനിവേ, നമുക്ക് നോക്കാം, അടുത്ത ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതായത് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലോ കട്ട് ചെയ്യുമെന്നുള്ളതാണല്ലോ. ലോ കട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ ഏകദേശം 22,130 താഴോട്ട് പോകുമെന്നുള്ളതാണ്. ഇപ്പോൾ ഓൾറെഡി നിഫ്റ്റി നിൽക്കുന്നത് 22,150 ലെവലിലാണ്. അപ്പം 20 പോയിൻറ്റ്സിൻ്റെ താഴോട്ട് പോയി ഇത് ബ്രേക്ക് ഔട്ടായി വീണ്ടും താഴോട്ട് പോകുന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് മൂവ്മെൻറ്റ് നമുക്ക് ക്യാച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഒരു 10 പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് മിസ്സായി പോയാലും പ്രശ്നമില്ല.
അത് മാത്രമല്ല വെയിറ്റ് ചെയ്യാൻ കാരണം ഈ ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, ഇത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് ഇപ്പോൾ റീസെൻ്റ്ലി നടന്നിട്ടുള്ളത്. നമ്മൾ ഒരു വലിയൊരു ക്യാൻഡിൽ വന്നതിന് ശേഷം ഈ ഒരു ലോവർ ലെവലിലേക്കുള്ള മൂവ്മെൻറ്റ് കുറച്ച് സ്ട്രോങ് ആയിട്ട് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഓവർ സോൾഡ് അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള സെല്ലിംഗ് ഓൾറെഡി നടന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കാരണം ഈ ഒരു ഈ ക്യാൻഡിലിൻ്റെ താഴോട്ടൊക്കെ സ്റ്റോപ്പ് ലോസ് ഒരുപാട് ഉണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള അഗ്രസീവ് സെല്ലിംഗ് നടക്കും. അതുകൊണ്ടായിരിക്കാം വളരെ പെട്ടെന്ന് ഇങ്ങനൊരു ബിൽഡപ്പ് നമ്മുടെ ഓപ്ഷൻ സ്ട്രൈക്കിൽ കണ്ടത്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് കുറച്ചും കൂടെ കൺസോൾട്ടേറ്റ് ചെയ്യുമായിരിക്കും. കുറച്ചുകൂടെ ചിലപ്പോൾ ഡൗൺ വരും, പക്ഷേ വീണ്ടും കൺസോൾട്ടേറ്റ് ചെയ്യും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് വന്നു, പക്ഷേ ഓവർ സോൾഡ് ലെവലിൽ നിന്ന് വീണ്ടും ഒരു റീട്രേസ്മെൻറ്റ് കറക്റ്റ് നമുക്ക് കിട്ടി. ഈ ഒരു പോയിൻ്റാണ് നമുക്ക് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യേണ്ടത്. കറക്റ്റായിട്ടുള്ളൊരു റീട്രേസ്മെൻ്റ് ആണ്. സോ നമ്മൾ ഈ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരു ബ്രേക്ക് ഔട്ട് നോക്കാതെ അതിന് പറ്റുന്ന റീട്രേസ്മെൻറ്റുകൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി നമുക്ക് കൂട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ മാർക്കറ്റ് ക്ലോസ് ആയി. അൺഫോർച്ചുനേറ്റ്ലി ട്രേഡ് ചെയ്ത സമയത്ത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം കുറച്ച് ബിസി ആയിരുന്നു. ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല. അപ്പോൾ ഞാൻ ഫോണിലൂടെയാണ് ട്രേഡ് ചെയ്തത്. പക്ഷേ നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ ഫോളോ ആയി. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് ഈ ഒരു ലോ കട്ട് ചെയ്യും എന്നുള്ളതാണ്. ആ ലോ കട്ട് ചെയ്ത് ഏകദേശം 200 പോയിൻറ്റോളം നിഫ്റ്റി ഡൗൺ ആയി. നമ്മുടെ 22,200 PE ഓൾമോസ്റ്റ് 212 ഏകദേശം 76-200. അപ്പോൾ നല്ല മൂവ്മെൻറ്റ് കിട്ടി. നമ്മുടെ പിയാനിൽ ഏകദേശം 2 നമുക്ക് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. എനിവേ, നമുക്ക് നോക്കാം. ഈ നാളെ പറ്റുകയെന്നുണ്ടെങ്കിൽ നാളെ ചെയ്യാം. ഇത്രയാണ് ഇന്നത്തെ